അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അമീന റോസി. AR മെഹന്തി ആർട്ടിലെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ 4ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഗ്രിഡ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഗ്രിഡ്സ് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റിയ കുറച്ച് ഗ്രിഡ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഗ്രിഡ്സ്. ഇങ്ങനെയാണ് ഗ്രിഡ്സ് വരയ്ക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ബ്രൈഡലിനൊക്കെ നമ്മൾ മെഹന്തി ഇടുമ്പോൾ ഇതും കൂടെ ചേർത്താണ് ഇടുന്നത്. അത് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് വരച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മളിതിൽ കാണിക്കുന്ന പോലെ ഈ ഡോട്ട്സുകൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഷീറ്റിൽ വരച്ചത് കൊണ്ടാണ് എനിക്കത്ര ഒരു ക്ലിയർ ആയിട്ട് വരുന്നില്ല. കയ്യിലിടുമ്പോൾ അതിൻ്റെതായ ഭംഗി ഉണ്ടാകും കേട്ടോ. നമുക്ക് അടുത്ത ഗ്രിഡ്സ് വരച്ച് നോക്കാം കേട്ടോ. ഇതുപോലെ കോളം പോലെ വരയ്ക്കുക, ഒരു ചതുരം പോലെ വരയ്ക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന പോലെ നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ. കയ്യിൽ ഓക്കെ അല്ലേ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വരച്ച് കാണിക്കുന്നതാണ്. ഇതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കയ്യിലൊക്കെ ഇട്ടാല്. ഇത് നമ്മൾ ആ നേരത്തെ വരച്ചതുപോലത്തെ ഒരു കോളം പോലെ വരച്ചതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ലൈൻസ് കൊടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് ജസ്റ്റ് ഒരു വര കൊടുക്കാം കേട്ടോ. ജസ്റ്റ് വരയ്ക്കുമ്പോൾ തന്നെ നമ്മളത് ഫുള്ള് കവർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെതായ ഭംഗി അതിനകത്ത് ഉണ്ടാവും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ഷീറ്റിലോ വെറുതെ ഒരു കയ്യിലോ അങ്ങനെ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഷീറ്റിലോ പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലും വരച്ച് പഠിച്ചതിന് ശേഷം കയ്യിലിടുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി കേട്ടോ. അടുത്ത ഗ്രിഡ്സ് ആണ് നമ്മൾ അടുത്തത് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്കായിട്ട് കണ്ടുപിടിച്ച കുറച്ചു ഗ്രിഡ്സ് ആണ് കേട്ടോ. ഇതൊക്കെ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന ഗ്രിഡ്സ് ആണ്, പെട്ടെന്ന് എളുപ്പമുള്ള ഗ്രിഡ്സ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഷോർട്ടായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഈ ഒരു ഗ്രിഡ്സ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി നോക്കുക കേട്ടോ. ആ കോളങ്ങളിലെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചിട്ട് നടുക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഈ മെഹന്തി ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അമർത്തി കൊടുക്കുമ്പോൾ ഒരു ലീഫ് പോലെ നമുക്ക് അതിനകത്ത് കിട്ടും. നമ്മൾ ലീഫ് വരയ്ക്കാൻ പഠിച്ചിട്ടില്ലേ? പിന്നെ ഒരു ഡോട്ട്സോ സ്പൈറലോ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ നടുക്ക് നമുക്ക് ഏത് മോഡലും ഡിസൈനും കൊടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഈ ഒരു ഡോട്ട്സ് മാത്രം ഇട്ടേക്കുന്നത്. ഞാൻ സ്പൈറൽ വരച്ച് കാണിച്ചു തരാം. കണ്ടോ സ്പൈറൽ? നമ്മൾ പല ഡിസൈൻ നമുക്ക് വരയ്ക്കാം. നമുക്ക് ത്രികോണം പോലെ വരച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ വരയ്ക്കാൻ പറ്റും കേട്ടോ. സ്പൈറൽ വരയ്ക്കാം, അതിനകത്ത് ഫ്ലവർ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് സ്പൈറൽ കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ ഹാർട്ടൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മൾ പഠിച്ച ഹാർട്ടില്ലേ, അതൊക്കെ കൊടുക്കാൻ പറ്റും. നല്ല ഭംഗിയാണ്. പിന്നെ ലീഫുകൾ നമ്മൾ കൊടുക്കുക കേട്ടോ. അതിനകത്ത് ലീഫ് പോലെ കൊടുക്കുമ്പോഴേ അതിൻ്റെതായ ഭംഗി അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ. നമ്മൾ സ്പൈറൽ വരച്ചതിന് ശേഷം ലീഫ് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്കെല്ലാം കൂടെ ആയിട്ട് കൊളായി പോകും. അടുത്തൊരു ഗ്രിഡ്സ് ആണ്. നിങ്ങൾ എന്താണ് വരയ്ക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കത് വരയ്ക്കാൻ കഴിയുള്ളൂ. കണ്ടോ? ഇത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ. നമ്മളൊരു ഇതള് പോലെ ഇതിനകത്ത് കാണിക്കുന്ന പോലെ ഇതള് പോലെ വരയ്ക്കാൻ കഴിയും കേട്ടോ. ഞാനിത് പറഞ്ഞില്ലെങ്കിലും ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പേസ് പോലെ ഇരിക്കുന്ന സ്ഥലം മൊത്തവും നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഫുള്ള് ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഭംഗി അതിനകത്ത് കിട്ടും. അല്ലാതെയും നമുക്ക് അതൊരു മോഡലായിട്ട് ഇട്ടേക്കാവുന്നതാണ്. നമ്മൾ ആ ഫ്ലവറിൽ മാത്രം ഷെയ്ഡ് ചെയ്തും നമുക്കത് ഒരു മോഡലായിട്ട് എടുക്കാം കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത ഗ്രിഡ്സ് ആണ്.
നമ്മളെല്ലാവരും വരയ്ക്കുന്ന ഒരു ഗ്രിഡ്സ് ആയിരിക്കും, കൂടുതലും അറിയാവുന്നവരും അറിയാത്തവരും വരയ്ക്കുന്ന ഒരു ഗ്രിഡ്സ് ആയിരിക്കും കേട്ടോ ഇത്. നമ്മളിങ്ങനെ വരച്ചാൽ മാത്രമേ നമുക്ക് ലൈൻസുകൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പ്രാക്ടീസ് ചെയ്യാത്തവരൊക്കെ ഇങ്ങനെ വരച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനെ വരച്ച് നോക്കുക കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വരച്ചതിൽ ഡൗട്ടോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ടാറ്റാ.